ഹ്യൂനുക്ക്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയല്ലേ? ഇനി നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ? കുറേ ചേഞ്ച്. എപ്പോഴും നമ്മൾ ക്രാഫ്റ്റ് വീഡിയോ അല്ലേ, സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എൻ്റെ ലൈഫിലെ കുട്ടി കുട്ടി മൊമെൻറ്റ്സ് ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. മോർണിംഗ് തന്നെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങുന്നത് ഈ ചെടികൾക്കൊക്കെ കുറച്ച് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇൻഫാക്ട് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അത് പണിയാവും. സോ അതൊക്കെ കഴിഞ്ഞ് രാവിലെ കുറച്ച് കിളികളുടെ സൗണ്ടൊക്കെ ഒന്ന് കേട്ട് ഒന്ന് റീഫ്രഷ് ആയിട്ട് ബാക്കി തുടങ്ങാം. ഇനി മെയിൻ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ ഈ ബൊക്കെയാണ് കേട്ടോ. എനിക്ക് സ്പെഷ്യലായിട്ട് കിട്ടിയ ഈ ബൊക്കെ സെറ്റ് ചെയ്യുന്നത് ഒന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. കാരണം പിന്നീട് ഫോട്ടോ നമ്മൾ ചില മിസ്സായി പോകും. വീഡിയോ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് എടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും നോക്കുകയാണെങ്കിലും കാണാമല്ലോ. സോ ഞാൻ വിചാരിച്ചു ഫ്യൂച്ചറിൽ ഇൻഷാ അല്ലാഹ് പിന്നെ കാണുമ്പോൾ ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരിക്കുമല്ലോ. സോ അതിനൊന്ന് അൺറാപ്പ് ചെയ്തിട്ട് എല്ലാവരും 2 ഫ്ലവേഴ്സായിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിലുണ്ടായിരുന്നത് റോസ് ഫ്ലവേഴ്സും പിന്നെ വേറെ ഏതോ ഒരു എനിക്ക് പേരറിയാത്തൊരു ടൈപ്പ് ഫ്ലവേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ഉഷാറാക്കിയെടുത്തു. അപ്പോൾ റോസ് ഫ്ലവർ അങ്ങനെ സെറ്റ് ചെയ്തു. ഇതുപോലെ മറ്റേ ഫ്ലവേഴ്സും വേറൊരു പോട്ടിൽ ഒന്ന് സെറ്റ് ചെയ്ത് ആൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഫ്ലവേഴ്സ് കാണുമ്പോൾ തന്നെ എന്തോ ഒരു പോസിറ്റീവ് എനർജിയാണല്ലേ, ഒരു സ്പെഷ്യൽ പ്ലസൻറ്റ് ഫീലിംഗ് ആണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ. ഈ വർത്തമാനം പറഞ്ഞിരുന്നാൽ മതിയല്ലോ, നമുക്കൊരു കാപ്പി കുടിച്ചാലോ, രാവിലെ എന്തെങ്കിലും കുടിക്കണ്ടേ. സോ സിമ്പിളായിട്ടുള്ളൊരു മിൽക്ക് കോഫിയും പിന്നെ ഒരു തട്ടിക്കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ്, അതായത് ബ്രെഡ് ടോസ്റ്റ്. പിന്നെ ഈസി പീസി പണിയാണല്ലോ, എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് വെച്ചിട്ട് കഴിക്കുന്നതാണ്. നമ്മുടെ നല്ല അടിച്ചൊരു കോഫിയും പിന്നെ ബ്രെഡ് ടോസ്റ്റും ഒരു ബുൾസയും കൂടെ ആയാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റിന്. അതും കഴിഞ്ഞ് ഒരു വ്യൂക്ക് വേണ്ടിയിട്ട് ടേബിളിൽ വന്നിരുന്നു. നല്ല സൺലൈറ്റൊക്കെ അടിച്ച് നല്ലൊരു വ്യൂ. ഫ്ലവറിന് വെള്ളമൊക്കെ കിട്ടിയപ്പോൾ ആൾ നല്ല സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ കോഫിയും കൊണ്ട് നമ്മളുടെ ജേർണലിങ്ങും പിന്നെ മോർണിംഗിൽ ടു ഡു ലിസ്റ്റും സെറ്റ് ചെയ്യാം. ഇനി നമുക്കെല്ലാം റൂമും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുക, ലോണ്ട്രി. അതാണ് ഞാൻ അടുത്തുള്ള പണി. എന്ത് ബെഡ്ഷീറ്റും അതിനോട് എന്ത് സിങ്ക് ആയപ്പോൾ ഒരു നല്ല പോസിറ്റിവിറ്റി. പാളും ഒന്ന് ഉഷാറായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ പൊസിഷനൊക്കെ ഞാനൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു. നമ്മുടെ ഗെയിമിംഗ് കോർണറിലും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ആ ദിവസത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ തന്നെയുള്ളൂ. നെക്സ്റ്റ് ഡേ നല്ലൊരു മഴയുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഒരു ഈവനിങ് ടൈമിൽ തന്നെ ഈ വീഡിയോ കാണിക്കുന്നത്. അതെന്താ, ഒന്ന് ഈവനിങ് ആയപ്പോൾ നല്ല മഴയും നല്ല കൂൾ അറ്റ്മോസ്ഫിയറും. പുറത്ത് ചാടിക്കാലോ എന്ന് വിചാരിച്ചു. തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് എൻ്റെ ഫേവറേറ്റ് ടീ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. നമ്മൾ ബ്ലാക്ക് ടീയും പിന്നെ ഒരു പഴംപൊരി, പിന്നെ പുറത്ത് നല്ല കാമായിട്ടുള്ള നല്ല കൂൾ അറ്റ്മോസ്ഫിയറും രണ്ടും കൂടെ. അപ്പോൾ നല്ല ഫീലുള്ള അറ്റ്മോസ്ഫിയർ. ചായ കുടിച്ചു. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു ഫേവറേറ്റ് പ്ലേസിൽ പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ വെറുതെ വാങ്ങിയില്ലെങ്കിലും വെറുതെ പോയി നോക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഷോപ്പുകൾ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം നമുക്ക് ക്രാഫ്റ്റ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ക്രാഫ്റ്റിനോട് ഇഷ്ടമുള്ളവർക്കും ഇങ്ങനത്തെ ഷോപ്പ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാണുമ്പോൾ തന്നെ അതിനുള്ള എന്താണെന്ന് അറിയാം, ക്യൂരിയോസിറ്റി അല്ലേ. അപ്പോൾ നേരെ അങ്ങോട്ട് പോയി. നല്ല ക്ലൗഡി ആയിട്ട് നല്ല ഡാർക്ക് കളറായിട്ട് തന്നെ സെറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എപ്പോഴും അടുത്ത മഴ എന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഏതെന്ന് മനസ്സിലായില്ലേ, ആശു തന്നെ. അപ്പോൾ നമുക്ക് നമ്മൾ ഷോപ്പിൽ കയറി നിങ്ങൾക്ക് കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അത്ര ഓഫേഴ്സൊന്നും നടക്കുന്നില്ല. നമ്മൾ പോകുന്ന വഴിക്ക് ഒന്ന് കയറിയെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഈ ഷോപ്പിൽ ഞാൻ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. ഇവിടുത്തെ പല ഇതിൻ്റെ ഔട്ട്ലെറ്റിലും പോയിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് പോയി ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് നല്ല പിൻട്രസ്റ്റ് ടൈപ്പ് നല്ല രസമുണ്ടല്ലേ, ഒരു ഫ്ലവർ ടൈപ്പ് കപ്പ്, പിന്നെ കുറേ ടൈപ്പ് മിറേഴ്സ് ഉണ്ട് കേട്ടോ. കാരണം അത് ഇങ്ങനെ ഓരോന്നെടുത്ത് കാണിക്കുന്ന ഭയങ്കര. പിന്നെ ഓഫേഴ്സ് ഇല്ല, അതാണ് മെയിൻ. ആ ടൈമിൽ ഓഫേഴ്സൊന്നും അവൈലബിൾ ആയിരുന്നില്ല. ജസ്റ്റ് കണ്ടു വീഡിയോ എടുത്ത് പോകുന്നു മാത്രം. പിന്നെ കുറേ ടൈപ്പ് മിറേഴ്സ് ഇതേപോലെ ഉണ്ട് കേട്ടോ. ഞാനത് വോയിസ് ഓവർ കൊടുക്കാമെന്നാൽ നിങ്ങൾക്ക് ബോറെടുക്കും. എന്തൊക്കെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയൊക്കെ. ഞാൻ ജസ്റ്റ് മ്യൂസിക് ഓൺ ചെയ്യാം. ഓരോരുത്തരും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും നല്ല ക്യൂട്ടായിട്ടുള്ള പെന്നുകൾ കേട്ടോ. കുറച്ച് ലോലിപോപ്സ് എടുക്കട്ടെ. നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ടൈപ്പ് കപ്പുകൾ, നല്ല കോഫി മഗ്ഗുകളും, പിന്നെ നല്ല ഹ്യൂജ് സൈസുള്ള നമുക്ക് ഈ ബാറ്ററൊക്കെ മിക്സ് ചെയ്യാൻ പറ്റുന്ന കേക്ക് ബാറ്ററൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഹ്യൂജ് സൈസ് ഇതുപോലത്തെ കപ്പ് എന്ന് പറയാൻ പറ്റുന്നത് ബൗളെന്ന് പറയണം, അത്രയും വലിയ സൈസുള്ള ഐറ്റംസുകൾ. പിന്നെ ക്യൂട്ട് സ്റ്റിക്കേഴ്സും, പിന്നെ ഉള്ളത് കുറേ സ്റ്റോൺ വെച്ചിട്ടുള്ള ഇതുപോലത്തെ വാട്ടർ ബോട്ടിൽസ്, പല ടൈപ്പ് ബോട്ടിൽസ്, പിന്നെ കുറേ സ്റ്റിക്കേഴ്സും. ഇതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവിടെ ആകെയുള്ളത്. ഇങ്ങനത്തെ കുഞ്ഞി സ്ക്രാപ്പ് ബുക്കുകളും പിന്നെ സ്റ്റിക്കേഴ്സുമാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ആയിരുന്നു കേട്ടോ. പിന്നെ കണ്ടത് ഇതുപോലെ സിമ്പിളായിട്ടുള്ള ജേർണലിംഗ് കിറ്റുകൾ, എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള സെറ്റുകൾ, ഒരു ടോപ്പിക് ബേസ്ഡ് ആയിട്ട് അതിന് ഇൻക്ലൂഡ് സെറ്റായിട്ടുള്ള വാഷി ടൈപ്സും സ്റ്റിക്കേഴ്സും ഒക്കെ വേണ്ടത് സിമ്പിളായിട്ടുള്ള കിറ്റുകൾ. പിന്നെ ഈവനിങ് ആയി കഴിഞ്ഞ് നൈറ്റ് ആവാറാവുമായിരിക്കും. അത്യാവശ്യം നല്ല മഴക്കുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പോൾ തന്നെ വേഗം വീട്ടിലെത്താൻ വിചാരിച്ചു. പിന്നെ നൈറ്റ് ആയപ്പോൾ ഇതുപോലെ പിസ്സ ഓർഡർ ചെയ്തു കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷം. 2 ഡിഫറെൻറ്റ് ഡേയ്സിലെ വീഡിയോസ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.